ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കുറേ കാലത്തിൻ്റെ ശേഷമാണ് ഞാൻ കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു പ്രോപ്പർ ഒരു വ്ളോഗ് ഷൂട്ട് ചെയ്യാൻ പറ്റിയത് എനിക്ക്. അപ്പോൾ ഇതിപ്പോൾ രാവിലെ എണീച്ച ഉടനെ ഞാൻ ഇന്ന് ഇവിടെ ഹെൽപ്പിന് കുറച്ച് കഴിഞ്ഞിട്ടേ ആൾ വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കണേ. അപ്പോൾ മസാല ദോശയാണ് ഉണ്ടാക്കണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഉരുളക്കിഴങ്ങ് വേവിക്കാൻ വെക്കുന്നത്, സവാള, വെളുത്തുള്ളിയൊക്കെ അരിയുക, അങ്ങനത്തെ ഓരോരോ പണികളൊക്കെ ഞാൻ അടുക്കളയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മീനവിയിൽ ഞാൻ എൻ്റെ ചായ കുടിക്കുന്നുണ്ട്. അങ്ങനെ വലിയ ഉഷാറൊന്നുമില്ല. എനിക്കിപ്പോൾ രാവിലെ എണീച്ച് ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടൊക്കെ ഇപ്പോൾ കുറേ കാലമായില്ലേ, അപ്പോൾ അതുകൊണ്ട് നല്ല ഉറക്കം വരുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ പതുക്കെ ഓരോ പണിയായിട്ട് ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ ഉറക്കം തൂങ്ങിയിട്ട് പിന്നെയും ചായ തണുത്ത ചായ കുടിച്ച് ഞാൻ അങ്ങനെയാണ് കുടിക്കാറ് കേട്ടോ. തണുത്താലും കുറേ സമയം എടുത്തിട്ടേ കുടിക്കുള്ളൂ. കുടിച്ചിങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ച് ഉഴപ്പി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അതാ ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മാവെടുത്തു. തേങ്ങ ചിരവിയതില്ലാത്തതുകൊണ്ട് ഇങ്ങനെ നമുക്ക് തേങ്ങ കൊത്തായിട്ട് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അപ്പോൾ അത് വാങ്ങിച്ചു. അപ്പോൾ തേങ്ങ ഇതൊക്കെ അരച്ച് ചമ്മന്തിയൊക്കെ അരച്ചിട്ട്, ഇവിടെ ചട്നിക്ക് ചമ്മന്തി എന്നൊക്കെ പറയാം. ഞങ്ങളുടെ അവിടെയൊക്കെ ചട്നി എന്ന് പറഞ്ഞാൽ വെള്ളമുള്ളത് ചട്നി, വെള്ളമില്ലാത്തത് ചമ്മന്തി. അപ്പോൾ ഇതാ മസാലയ്ക്കുള്ള ഉരുളക്കിഴങ്ങായി. ഇനിയിപ്പോൾ മസാല ഉണ്ടാക്കുകയാണ്. സവാളയൊക്കെ വഴറ്റിയിട്ട് വെളുത്തുള്ളിയൊക്കെ വഴറ്റിയിട്ട് അതിലേക്ക് ഭയങ്കര സിമ്പിളായിട്ടുള്ള മസാലയാണ് കേട്ടോ. നമ്മൾ പൂരി മസാലയ്ക്കൊക്കെ ഉണ്ടാക്കുന്ന പോലെ വെറുതെ ഒരു മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുള്ള സിമ്പിൾ മസാലയാണ് ഉണ്ടാക്കണത്. അപ്പോൾ ഞാനിങ്ങനെ ധൃതിയിൽ ചെയ്തിട്ട് ഞാനെന്തോ ഉരുളക്കിഴങ്ങ് കടിച്ചിട്ട് പൊള്ളിപ്പോയി മായ. അപ്പോൾ എന്തോ നോക്കാൻ വേണ്ടി എന്തോ കടിച്ചതാണ്. അപ്പോൾ ഉരുളക്കിഴങ്ങ് മസാല റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. എന്തിടാ അപ്പോൾ ദോശ, ഇത് വസ്കുട്ടിക്കുള്ള കുട്ടി ദോശ കേട്ടോ. അത് റെഡിയാക്കി അതിലേക്ക് കുറച്ച് മസാലയും വെച്ചു. പിന്നെ എരിവില്ലാത്ത ചമ്മന്തിയൊക്കെ അരച്ചു. ഇനിയിപ്പോൾ അത് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് വന്നിരുന്നിട്ട് ഞങ്ങൾ സ്ഥിരം റുട്ടീനാണ് വസ്കുട്ടിക്ക് കുറച്ച് നേരം അലക്സയിൽ പാട്ടൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഡാൻസൊക്കെ കളിക്കണം. ഇതൊക്കെ ഞങ്ങളുടെ സ്ഥിരം ഏർപ്പാടുകളാണ്. അപ്പം ഞാനും ഉള്ള കൂടെ എന്നെക്കൊണ്ട് പറ്റണ പോലെയൊക്കെ കുറച്ച് നേരം തുള്ളും. അപ്പം ഞങ്ങളിങ്ങനെ പാട്ടൊക്കെ ഇട്ട് കുറച്ച് നേരം എൻജോയ് ചെയ്യും. അത് കഴിഞ്ഞ് പിന്നെയും താഴെ വന്നു. ബാക്കി കുക്കിങ്, പാത്രം കഴുകൽ, അങ്ങനത്തെ പരിപാടികൾ. പിന്നെ അപ്പോൾ ഏട്ടൻ കഴിക്കാൻ വന്നു. അപ്പോൾ ഏട്ടനുള്ള മസാല ദോശ ചട്നിയൊക്കെ കൊടുത്തു. ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. എല്ലാവരുടെയും ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. കുറച്ച് നേരമായി കഴിഞ്ഞിട്ട്. ഇപ്പോൾ 11:45 സമയം കേട്ടോ. സാധാരണ ഇത്ര ലേറ്റ് ആവാറില്ല, കുറച്ച് ടൈം എടുത്തു. പിന്നെ ഇപ്പോൾ വസ്കുട്ടീനെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പുറത്ത് നമ്മളുടെ ചെറിയൊരു ടെറസ് ബാൽക്കണി പോലെ ഒരു ഏരിയ ഉണ്ട്. അവിടെയാണ് കുളിപ്പിക്കുന്നത്. തുണിയൊക്കെ തോരിടുന്ന സ്ഥലമാണ്. അപ്പോൾ ഇവിടെ ഒരു ടപ്പ് വെച്ചിട്ട് അതിൽ വെള്ളം നിറച്ചിട്ട് വെള്ളത്തിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ഇഷ്ടമാണ് വെള്ളത്തിൽ കളിക്കാൻ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഒരു റുട്ടീൻ. പക്ഷേ എന്നും ഈ സമയത്തൊന്നും ആയിരിക്കില്ല, ഓരോ ദിവസം ഓരോ സമയത്തായിരിക്കും. ഒരു സീരീസ് കാണാനോ ഒരു സിനിമ കാണാനോ ഒന്നും വേറെ എനിക്ക് സമയം കിട്ടാറൊന്നുമില്ല. ചില ദിവസങ്ങളൊക്കെ വളരെ റയറായിട്ടേ പറ്റുള്ളൂ. അപ്പം ഞാനിങ്ങനെ ശ്രദ്ധിക്കാതെ നമുക്ക് കാണാൻ പറ്റുന്നത് സീരിയലാണല്ലോ. അതാകുമ്പോൾ കാണണമെന്നില്ല, വെറുതെ ഇങ്ങനെ കേട്ടാൽ മതി, പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവില്ല. കുറേ ദിവസം കാണാതെ തിരിച്ചു ചെന്നാലും നമുക്ക് സ്റ്റോറി മനസ്സിലാവും. അപ്പോൾ ഇപ്പം ഞാൻ കാണുന്നത് മലയാളം. ഞാൻ പണ്ട് കോളേജിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ഹിന്ദി സീരിയലുണ്ട്, നല്ല സീരിയൽ. അത് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മലയാളത്തിലെടുത്തിട്ട്. അത് കണ്ടുകൊണ്ടിരിക്കുക, എത്രത്തോളം നശിപ്പിക്കുന്നുണ്ട് എന്നറിയാൻ വേണ്ടി കാണുന്നു. അപ്പോൾ അത് ചിലപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ സൈഡിൽ ഫോണിൽ ഒരു ടേബിളുണ്ട് ഇവിടെ. ബസ്കുട്ടീനെ കുഞ്ഞു കുട്ടിയായിരുന്നപ്പം ഈ ടേബിളിലാണ് കുളിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ടേബിളിലല്ല ഇപ്പോൾ വെക്കുന്നത്, കാരണം അവൾ ഭയങ്കര കുട്ടി മറയലും ചാട്ടമാണ്. അപ്പോൾ എനിക്ക് പിടിച്ചാൽ കിട്ടില്ല. ഇപ്പോൾ നിലത്ത് ടബിൽ വെച്ചാണ് കുളിപ്പിക്കണേ. അപ്പോൾ ഞാൻ ആ ടേബിളിൽ ഫോണ് ചാരി വെച്ചിട്ട് ബസ്കുട്ടി വെള്ളത്തിൽ കളിക്കണ സമയത്ത് കള്ളി പെണ്ണ് ഇവിടെ ചിരിച്ചോണ്ടിരിക്കുക, എൻ്റെ മേത്തേക്ക് വെള്ളം തെറിപ്പിച്ചിട്ട് ചിരിക്കുക അല്ലേ. എന്ത് പറ്റി? അപ്പോൾ ഞാൻ എൻ്റെ സീരിയലൊക്കെ കാണില്ല, ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കേൾക്കും. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വസ്കുട്ടി ചില ദിവസം ഉറങ്ങും, ചില ദിവസം വെറുതെ കളിച്ച് വയ്യാതെ ആവും. അതാണ് പൊതുവേ ഞങ്ങൾ ചെയ്യാറ് അല്ലേ. കളിച്ച്
അങ്ങനെ കുളിയും ബഹളങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വസ്കുട്ടി ഉറങ്ങിയിരിക്കുകയാണ്. ഇതിൽ ഒച്ച കേൾക്കണത് ഇപ്പോൾ വോയിസ് ഓവർ ചെയ്യുമ്പോഴുള്ള ഒച്ച കേട്ടോ. അങ്ങനെ ഉറങ്ങി. അപ്പോൾ ഞാനിപ്പോൾ വസ്കുട്ടീനെ കുളിപ്പിക്കൽ, ബാക്കി അവളെ എന്താ പറയുക, ബാക്കി കാര്യങ്ങൾ ഡ്രസ്സ് ചെയ്യിപ്പിച്ചു, പാല് കൊടുത്തു, ഉറങ്ങി അവൾ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഒന്നിരിക്കുവാണ്. അപ്പോൾ എനിക്ക് കുറേ ദിവസമായി മാങ്ങ കഴിക്കാൻ മോഹമായിട്ട്. അപ്പം ഞാൻ അച്ഛനും മോളും നല്ല രാത്രി ലേറ്റ് ആയതുകൊണ്ട് ഏട്ടനും അവളുടെ കൂടെ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങണം. എത്ര നേരം എന്നറിയില്ല. ഉള്ള സമയം ഞാൻ എൻ്റെ മീ ടൈം സ്പെൻഡ് ചെയ്യും. അച്ഛനും മോളും എണീച്ച പിന്നെ എനിക്ക് മീ ടൈം ഇല്ല. അപ്പോൾ അതുവരെയുള്ള സമയം നമുക്കൊരു ചിറ്റാറ്റാവാം എന്ന് വിചാരിച്ചു. അതിൻ്റെ കൂടെ ഞാൻ ഈ മാങ്ങ ഇങ്ങനെ തിന്നും ചെയ്യാം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ലൈഫിൽ എപ്പോഴും ഒരേപോലെ അല്ലല്ലോ ഗ്രാഫ് പോവാം. ഗ്രാഫ് ഇങ്ങനെ മുകളിലോട്ട് താഴേക്കും മുകളിലേക്കും താഴേക്കും പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ കുറച്ച് കാലമായിട്ട് ഞങ്ങൾ കുറച്ച് പല പല ടൈപ്പ് ബുദ്ധിമുട്ടുകളിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ബുദ്ധിമുട്ടെന്ന് പറഞ്ഞപ്പോൾ വേറെ പലരുടെയും ഭയങ്കരമായ ബുദ്ധിമുട്ടുകളൊക്കെ കേൾക്കുമ്പോൾ ഇതൊരു ബുദ്ധിമുട്ടൊന്നുമല്ല. പക്ഷേ ചെറിയ ഓരോരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ കടന്നു പോയിക്കൊണ്ട് ഞാൻ എന്താണെന്ന് പറയുന്നില്ല. പക്ഷേ അതൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഹാപ്പിയാണ്, കുഴപ്പമൊന്നുമില്ല. ഞാൻ അതുകൊണ്ടാണ് വീഡിയോസ് അധികം ചെയ്യാത്തത്. പ്രത്യേകിച്ച് അങ്ങനെ ഹാപ്പി കണ്ടൻ്റായിട്ട് ചെയ്യാനുള്ളത് വളരെ കുറവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ചാലഞ്ചസ് കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ അത് നമ്മളുടെ നല്ല സൈഡല്ലേ കാണിക്കുകയുള്ളൂ. നമ്മൾ കഷ്ടപ്പെടുന്നതും ഒരു ടഫ് ടൈമിൽ കൂടെ കടന്നു പോകുന്നത് കാണിക്കാൻ എനിക്ക് ആഗ്രഹമില്ല. അതുകൊണ്ടാണ് വീഡിയോസ് ഇടാതിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വസ്കുട്ടിയുടെ ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞു പോയി. അത് നല്ലത് തന്നെയായിരുന്നു. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് 2 മരണങ്ങളൊക്കെ ആയിട്ട് കുറച്ച് പാട്. അതിൻ്റെ ഇടയിൽ കൂടെയായിരുന്നു ബർത്ത്ഡേ. അപ്പോൾ ബർത്ത്ഡേ അതിലിങ്ങനെ ആ ഒരു ബഹളത്തിലായതുകൊണ്ട് ഞാൻ അതൊന്നും കൂടുതൽ ഷൂട്ട് ചെയ്യാനും ഒരുപാട് പോസ്റ്റ് ചെയ്യാനൊന്നും നിന്നിട്ടില്ല. അപ്പം അങ്ങനെ ഞങ്ങളിപ്പോൾ ഇപ്പോഴത്തെ ഒരു ലേറ്റസ്റ്റ് ഇതെന്ത് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നെ ഇവിടെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്ന മെയ്ഡിനെ ഞങ്ങൾക്ക് പെട്ടെന്ന് നിർത്തേണ്ടി വന്നു. വരണ്ടെന്ന് പറയേണ്ടി വന്നു. റീസൺ എന്താണെന്ന് ഞാൻ പറയുന്നില്ല. റീസൺ എന്തുമാകാം, അത് ഞാൻ റിവീൽ ചെയ്യുന്നില്ല. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിപ്പോയി അത്. കാരണം പെട്ടെന്ന് വേറൊരാളെ തിരഞ്ഞിട്ടോ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്കാണെങ്കിൽ കുറേ കാലമായിട്ട് ഓൾമോസ്റ്റ് 2 വർഷമായിട്ട് ഞാൻ ജോലിയൊന്നും ചെയ്ത് എനിക്ക് ശീലമില്ല. 1 ഇയർ ഫുള്ള് റെസ്റ്റിൽ പോയി പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ. അത് കഴിഞ്ഞിപ്പോൾ വസ്കുട്ടി ആയതിൻ്റെ ശേഷം അവളുടെ പിന്നാലെ ആയതുകൊണ്ട് സത്യം പറഞ്ഞാൽ പണിയെടുക്കാനുള്ള ഒരു ശീലം പോയി. അല്ലെങ്കിൽ ഞാൻ ഭയങ്കര പണിക്കാരിയൊന്നുമല്ല, പക്ഷെ എന്നാലും കുറച്ചൊക്കെ ചെയ്തിരുന്നത് പോലും ഇപ്പോൾ ശീലം നല്ലോണം പോയതുകൊണ്ട് എനിക്ക് നല്ല ബുദ്ധിമുട്ടാണ്. ഇതൊക്കെ ഒരു വലിയ ബുദ്ധിമുട്ടാണോ ഇന്ന് ഇപ്പോൾ കേൾക്കുന്നവർക്ക് തോന്നുന്നുണ്ടാവും. ഞാനതിൻ്റെ മുഴുവനൊരു പിക്ചർ പറയുന്നില്ല. ഇതാണ് ജസ്റ്റ് കണ്ടന്റ് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പോൾ ഇപ്പം ഞാൻ അതൊക്കെ കഴിഞ്ഞ് എന്തൊക്കെയാണ് ഉണ്ടാക്കേണ്ടത് ഏതൊക്കെയാണെന്നൊക്കെ പറഞ്ഞ് ബാക്കി പണികളും അലക്കേറ്റ് ചെയ്തിട്ട് ഒരിത്തിരി സമയം എനിക്ക് വേണ്ടി ഞാൻ വന്നിരിക്കുകയാണ്. ഇതെനിക്ക് ഡെയിലി കിട്ടുന്നതല്ല. ഡെയിലി ഒരിക്കലും കിട്ടാറില്ല. എപ്പോഴെങ്കിലും ആണ്ടിന് സംക്രാന്തിക്ക് വീണ് കിട്ടുന്ന ഒരു സുവർണ്ണ നിമിഷങ്ങളാണ്. ഇപ്പോൾ അതൊക്കെ ഭയങ്കര ലക്ഷറി ആയിട്ട് തോന്നി. ഇങ്ങനെ ഒറ്റയ്ക്ക് ഫ്രീ ആയിട്ട് ഇങ്ങനെ മാങ്ങ തിന്നണതൊക്കെ ഒരു ലക്ഷറി ആയിട്ട് ഫീൽ ചെയ്യണം. അപ്പോൾ കർക്കിടക മാസമല്ലേ, കർക്കിടക മാസം തുടങ്ങുന്നതിൻ്റെ മുമ്പ് എനിക്ക് ഭയങ്കര പ്ലാൻസ് ആയിരുന്നു. വീടെല്ലാം കൂടി വൃത്തിയാക്കി മറിച്ചിട്ടിട്ട് മൈലാഞ്ചിക്ക് ഇട്ടിട്ട് വസ്കുട്ടീനെ മൈലാഞ്ചിയൊക്കെ ഇടിപ്പിച്ചിട്ട് ഇങ്ങനെ ഫുള്ള് മറ്റേ കുളിച്ചിട്ട് രാമായണമൊക്കെ വായിച്ചിട്ട് അങ്ങനെ ഒരുപാട് കിനാശേരി ഞാൻ സ്വപ്നം കണ്ടിരുന്നു. പക്ഷെ ആ സമയത്താണ് ഞങ്ങളിങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിൽ പെട്ടുപോയത്. കുറച്ച് ദിവസമായിട്ട് നിലത്തും കൂടിയല്ല നിന്നിരുന്നത്. അപ്പോൾ അതുകൊണ്ട് കർക്കിടക മാസമാണോ ഒരു പകലാണോ രാത്രിയാണോ എന്ന് ഒന്നും പ്രോസസ്സ് ചെയ്യാനുള്ളൊരു അവസ്ഥയിലായിരുന്നില്ല. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ കർക്കിടക മാസം തുടങ്ങിയപ്പോൾ തൊട്ട് ഞാൻ അമ്പലത്തിൽ പോകണമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയായിരുന്നു. പക്ഷെ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് എനിക്ക് വൈകിട്ടെങ്കിലും ഏതെങ്കിലും ഒരു അമ്പലത്തിൽ പോയിട്ട് ഒരിത്തിരി ആശ്വാസമായിട്ട് പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ അമ്പലത്തിൽ പോകണമെന്ന് പ്രാർത്ഥിക്കണം വേണ്ടി അമ്പലത്തിൽ പോയാലേ പറ്റുള്ളൂ അങ്ങനെ നിർബന്ധമൊന്നുമില്ല. പക്ഷെ അമ്പലത്തിൽ പോകുമ്പോൾ നമുക്ക് ആ ഒരു ആംബിയൻസും
ആ ഒരു ആംബിയൻസിൽ പോയി ഇത്തിരി നേരം ഒന്ന് ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ ഇങ്ങനെ വരുമ്പോൾ ആ മണിയടി ശബ്ദമൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ ഒരു സുഖമാണല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ പെട്ടെന്ന് മിൽക്ക് ബിക്കീസ് തിന്നാൻ വേണ്ടിയിട്ടുള്ള ടെൻഡൻസി വന്നു. കപ്പ് കേക്കും മിൽക്ക് ബിക്കീസൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്കുള്ള ഊണിൻ്റെ സമയമാണ്. വാസ്കുട്ടി സ്വന്തമാണ് കഴിക്കണത്, വായ കൊടുത്താൽ കഴിക്കില്ല. അപ്പോൾ ഞാൻ ഊണ് കഴിക്കലൊക്കെ കഴിഞ്ഞു, വശത്തേക്ക് ഫുഡ് കൊടുക്കലൊക്കെ കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ഡ്രസ് ചേഞ്ച് കഴിഞ്ഞ് ഞാനിവിടെ വന്ന് കിടക്കുകയാണ്. എന്തിനാ ഡ്രസ് ചേഞ്ച് ചെയ്തതെന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ പ്രാവശ്യം വസ്താക്കിയിട്ടു. അപ്പോൾ എനിക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യേണ്ടി വന്നു. ഇനിയിപ്പോൾ എനിക്ക് കുറച്ചൊരു മുന്നെടുത്ത് വെച്ചൊരു കുഞ്ഞു വീഡിയോ ഉണ്ട്, അതൊന്ന് എഡിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് അമ്പലത്തിൽ പോകണം, കുളിച്ചിട്ട് അമ്പലത്തിൽ പോകണം. അപ്പോൾ ഉച്ചയ്ക്ക് വസ്കുട്ടി ഉറങ്ങിക്കഴിഞ്ഞ് ഒരു ഇത്തിരി സമയം കിട്ടിയപ്പോൾ ഞാൻ വേഗം കുളിച്ചു. അതോടെ ഇത്തിരി മുടി ഉണങ്ങിയിട്ടുണ്ട്, ഇങ്ങനെ രണ്ടും കെട്ട അവസ്ഥയിൽ നിൽക്കുകയാണ്, മുഴുവൻ ഉണങ്ങിയിട്ടുമില്ല, അങ്ങനത്തെ ഒരവസ്ഥയാണ്. അപ്പോൾ അത് ആസാരി ഉടുക്കാനുള്ള മല്ലിക്കെട്ടാണ്. മല്ലിക്കെട്ടെന്ന് പറഞ്ഞാൽ കഷ്ടപ്പാട്. അപ്പോൾ ഇതൊരു കോട്ടൺ സാരിയാണ് കേട്ടോ, അതാണ് ഉടുത്തത്. ഞാൻ ഇവിടെ അടുത്തൊരു കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ ഒരു മോയ്സ്ചറൈസർ ഇട്ടിട്ടുണ്ട്, പിന്നെ എൻ്റെ മെയിൻ മേക്കപ്പ് പ്രൊഡക്റ്റായിട്ടുള്ള ടാൽക്കം പൗഡർ അത് ഇട്ടു. പിന്നെ നമ്മുടെ അടുത്ത അമ്പലത്തിൽ പോകാനല്ലേ, ഇപ്പോൾ വലിയൊരുക്കൊന്നുമില്ല, എന്നാലും സാരി കൊടുത്ത സ്ഥിതിക്കൊന്നും ഒരുങ്ങാച്ചിട്ട. അപ്പോൾ ഐബ്രോസൊക്കെ ഒന്ന് ടച്ച് ചെയ്തു, കണ്ണൊക്കെ വാരി വലിച്ച് എഴുതി. എനിക്കിങ്ങനെ പരത്തി എഴുതണ ഒരു സ്റ്റൈലാണ്. എൻ്റെ കണ്ണ് കുഞ്ഞി കണ്ണായതുകൊണ്ട് കുറച്ചെങ്കിലും ഇത്തിരി വലുപ്പം തോന്നാം, അങ്ങനെ കരിയൊക്കെ തിരിഞ്ഞ് പരത്തി എഴുതിയാലാണ്. അപ്പോൾ ഞാൻ അങ്ങനത്തെ ഒരു സ്റ്റൈലിലാണ് കണ്ണെഴുതാറ്. ഇതാകുമ്പോൾ ഈസിയാണ്, ഭയങ്കര ഈസിയാണ്, പെട്ടെന്ന് ചെയ്യാം, എന്നാൽ കാണാൻ കുറച്ച് രസമുണ്ടാവും. പിന്നെ ഒരു വിൽവയുടെ ഒരു ലിപ് ബാം ഇട്ടു. പിന്നെ ഒരു ലിപ് ലൈനർ എഴുതുന്നുണ്ട്, ഒരു പെട്ടെന്ന് ഇഷ്ടപ്പെട്ടേ എന്നുള്ളൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് കേട്ടോ. അപ്പോൾ ഒരു ലിപ് ലൈനർ എഴുതുന്നുണ്ട്, സ്വിസ് ബ്യൂട്ടിയുടെ ലിപ് ലൈനറാണ്. ഒരു ലിപ്സ്റ്റിക്ക് ഇടുന്നുണ്ട്, അത് ഗ്ലിമ്മർ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ലിപ്സ്റ്റിക്കാണ്. ഷെയ്ഡ് നമ്പറൊക്കെ ഞാൻ മറന്നുപോയി. അപ്പോൾ പിന്നെ കമ്മൽ ഏതാ വേണ്ടതെന്ന് തരാം. കുറേ ബോക്സ് ഉണ്ട് എൻ്റെ കയ്യിൽ. അപ്പോൾ പെട്ടെന്ന് കിട്ടിയൊരു ബോക്സിൽ എന്തൊക്കെയുള്ളത് നോക്കിയപ്പോൾ അതൊന്നും എനിക്ക് പറ്റിയില്ല വെച്ചാൽ തൊട്ടടുത്ത അമ്പലത്തിൽ നമ്മൾ ഒരു ഓവറാക്കണ്ടല്ലോ എന്ന് കരുതി ആ വള ഞാൻ നോക്കി, പക്ഷേ എനിക്ക് വേണ്ടാന്ന് തോന്നി, ഇട്ടില്ല. കുപ്പിവെള്ളം ഇട്ടാൽ മതി എന്ന് വിചാരിച്ചു. കമ്മൽ വളരെ ചെറുതാക്കി. അപ്പോൾ മാല ഞാനത് ഇട്ടെങ്കിലും എനിക്ക് ഭയങ്കര അസ്വസ്ഥത ഉണ്ടായിരുന്നു കേട്ടോ, മാല ഇട്ടിട്ട് കാണാൻ ഭംഗിയില്ലായിട്ടല്ല. പിന്നെ മുടിയുടെ ഭംഗിയൊക്കെ ഒന്ന് കണ്ടു. കുറേ കാലത്തിൻ്റെ ശേഷം എനിക്കൊരു കുറച്ച് കോൺഫിഡൻസ് തോന്നിയൊരു ദിവസമാണ് ഈ സാരി ഉടുത്തപ്പോൾ, ഒന്ന് ഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. മറ്റത് ഭയങ്കര ഒരു സുഖം തോന്നില്ല. അപ്പോൾ ഇന്ന് വളരെ ഒരു സന്തോഷം തോന്നിയൊരു ദിവസമാണ്. പിന്നെ ഒരുങ്ങിയപ്പോൾ എനിക്കൊരു സ്വന്തമായിട്ടൊരു നന്നായിട്ടുണ്ടെന്ന് തോന്നിയതാണ്. ബാക്കിയുള്ളവർക്ക് അങ്ങനെ തോന്നുമെന്ന് എനിക്കറിയില്ല, എനിക്കെന്തായാലും തോന്നുന്നുണ്ട്. അപ്പോൾ സിന്ദൂരമൊക്കെ തൊട്ട് കുപ്പിവെള്ളയൊക്കെ ഇട്ടു. ഒരു പൊട്ട് വെക്കുന്നുണ്ട്, ഒരു ചുമന്ന കുഞ്ഞു പൊട്ട് വെച്ചിട്ടുണ്ട്. താലി ഇടുന്നുണ്ട്. ശരിക്കും താലി മാത്രം ഇട്ടാൽ മതിയായിരുന്നു. പിന്നെ ഞാനൊരു ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ അല്ലേ എന്ന് പറഞ്ഞിട്ടൊരു നെക്ലസ്സൊക്കെ എടുത്തിട്ടതാണ്. അങ്ങനെ ഇതാണ് നമ്മുടെ ഒരു ടോട്ടലായിട്ടുള്ള ഒരു ലുക്ക്, നമ്മൾ അമ്പലത്തേക്ക് പോകാനുള്ള ഒരു ലുക്ക്. ഇനി കുറച്ച് നേരം സൗന്ദര്യാസ്വാദനത്തിൻ്റെ സമയമാണ്. എൻ്റെ സൗന്ദര്യം ഞാൻ തന്നെ ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയല്ലേ വേണ്ടത് അല്ലേ? ഇനി ഒരു പെർഫ്യൂം അടിക്കുന്നുണ്ട് കേട്ടോ. ഇതെനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് ഈ പെർഫ്യൂം. അപ്പോൾ നല്ലൊരു മണമാണ് കേട്ടോ അതിന്, ഫ്ലോറൽ സ്മെൽ തന്നെയാണ്. പെർഫ്യൂം അടിച്ചിട്ട് ഇങ്ങനെ പറന്ന് പോകാമെന്നൊക്കെ കാണിക്കുക. അപ്പോൾ ഫോണ് അരി വെക്കാനൊരു സ്ഥലം കിട്ടിയപ്പോൾ കാണിക്കണ അക്രമമാണത്. എന്നാൽ സാരി ഉടുത്തതൊക്കെ മുഴുവനും കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ പതുക്കെ കുടുങ്ങി അമ്പലത്തിലേക്ക് സഞ്ചരിക്കുകയാണ്. ഞാൻ ആരും കൂടെ ഇല്ലാത്ത ഒറ്റയ്ക്ക് വളരെ സമാധാനമായിട്ട് അമ്പലത്തിലേക്ക് പോവാണ്. നമ്മുടെ മുറ്റത്ത് തന്നെയുള്ള അമ്പലമാണ്, ജസ്റ്റ് 2 അടി നടന്നാൽ മതി. അപ്പം ഞാൻ എന്താണെന്നറിയോ, വസ്കുട്ടീനെ കൊണ്ടുപോയി എനിക്ക് പിന്നെ വസ്കുട്ടീനെ എടുക്കും ആകെ നടന്ന് വയ്യാതെയൊക്കെ ആയി വേർത്ത്. അപ്പോൾ ഒന്നും ഒരു റിലാക്സേഷൻ കിട്ടില്ല നമുക്ക്. അപ്പോൾ ഏട്ടനും വസ്കുട്ടിയും ഞാനും കൂടെ പോയ, ഏട്ടനാണെങ്കിൽ എന്നെ ഷൂട്ട് ചെയ്യാനും സമ്മതിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് പോയാലേ ഇതൊക്കെ ഈ ഡേ ഇൻ മൈ ലൈഫൊക്കെ നടക്കുള്ളൂ. അപ്പോൾ ഇതൊക്കെ കുറേ ആൻറ്റിമാർ പോകുന്നുണ്ട്, ഞാനവരെ പിന്നാലെ ഇങ്ങനെ പതുക്കെ പാടും പോയി. അമ്പലത്തിൻ്റെ അകത്തൊന്നും ഷൂട്ട് ചെയ്യാൻ പാടില്ലല്ലോ, ബുദ്ധിമുട്ടാണ്. എന്നാലും ഞാൻ ഗണപതിയുടെ ഭാഗം ഒന്ന് കാണിച്ചു തരാം, എല്ലാവരും തൊഴുതോളൂ കേട്ടോ.
ദേവിയുടെ അമ്പലമാണ്, ഗണപതിയുടെ പ്രതിഷ്ഠയുടെ അവിടെ എത്തിയപ്പോൾ കാണിച്ചതാണ്. ഇനിയിപ്പോൾ ഞാൻ ചുറ്റമ്പലത്തിലൊന്ന് പ്രദക്ഷിണം വയ്ക്കുകയാണ്. എനിക്ക് ഇവിടുത്തെ ചുറ്റമ്പലത്തിൽ പ്രദക്ഷിണം വയ്ക്കാനാണ് ഏറ്റവും ഇഷ്ടം. ഭയങ്കര സമാധാനവും സൈലൻറ്റും ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ്. ഭയങ്കര സുഖമാണ്. വൈകുന്നേര സമയത്ത് വലിയ തിരക്കൊന്നും ഇല്ലാത്തൊരു ദിവസമാണ് തൊഴാൻ വരണമെങ്കിൽ നമുക്ക് ആവും പാടും ഇങ്ങനെ സമാധാനമായിട്ട് നടക്കും, പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. കുന്നുവിളമ്മയുടെ അമ്പലത്തിൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണത്. നാഗരുടെ പ്രതിഷ്ഠയിരിക്കുന്ന ഈ ഒരു കാവ്. എന്താ പറയുക, നമുക്ക് മനസ്സിന് പ്രത്യേക ഒരു സുഖമാണ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. പ്രത്യേകിച്ച് ആരും ഇല്ല എന്നുണ്ടെങ്കിൽ, നമുക്ക് ഒറ്റയ്ക്കാണെങ്കിൽ എനിക്കെന്തോ പേഴ്സണലി ഭയങ്കരമായിട്ട് ഒരു സെക്യൂർഡ് ഫീലിംഗ് ഒക്കെ കിട്ടുന്ന ഒരു സ്ഥലമാണ്. വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തോ രക്ഷ കിട്ടി നമുക്ക് എന്നൊക്കെയുള്ളൊരു തോന്നലാണ്. അപ്പോൾ അന്ന് നല്ല സുഖമായിരുന്നു, ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നല്ല സുഖമായിട്ട് ഞാൻ കുറച്ച് നേരം അവിടെ സമാധാനമായിട്ട് ടൈം സ്പെൻഡ് ചെയ്തു. കാവൊക്കെ ഒന്ന് കണ്ടോളൂ കേട്ടോ. നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് കാവിൻ്റെയൊക്കെ ഒരു അറ്റ്മോസ്ഫിയർ. കുറേ രാത്രി എനിക്ക് പേടിയാണ്. ഇപ്പോൾ വെളിച്ചമുള്ളത് കൊണ്ട് ഞാൻ പിന്നെ സമാധാനമായിട്ട് അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. ദീപാരാധനയൊക്കെ നല്ല ഭംഗിയായിട്ട് തൊഴാൻ പറ്റിയിട്ടോ. ദീപാരാധന തൊഴുത് പിന്നെ ഒന്നും കൂടി ദേവീനെ ഒന്നും കൂടി നോക്കി തൊഴുതിട്ട് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോന്നു കേട്ടോ. വാസ്കുട്ടിക്ക് ഫുള്ള് നിലത്തിറങ്ങി നിന്ന് അക്രമക്കളിയാണ്. അപ്പോൾ കുറച്ച് നേരം അതായിരുന്നു പരിപാടി. അപ്പോൾ ഇന്നത്തെ ദിവസം ഇനി പ്രത്യേകിച്ചൊന്നുമില്ല. ഞാൻ വാസ്കുട്ടിക്കുള്ള ഫുഡ് ഉണ്ടാക്കാൻ ഒരു കിച്ചടിയാണ്, ഓട്സ് റൈസൊക്കെ വെച്ചിട്ടുള്ള ഒരു കിച്ചടിയാണ്. അപ്പോൾ അതുണ്ടാക്കി വാസ്കുട്ടിക്ക് കഴിക്കാൻ കൊടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ ദേവുവിൻ്റെ വീട്ടിൽ പോയി. ഞങ്ങൾ അവിടെ നിന്നാണ് ഭക്ഷണം കഴിച്ചത്. അപ്പോൾ അവിടെ നിന്ന് വരാൻ ഒരുപാട് ലേറ്റായി. വേറെ പ്രത്യേകിച്ചൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഞാനൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. അങ്ങോട്ട് പോയി ഞങ്ങൾ അവിടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തു, ഫുഡൊക്കെ കഴിച്ചു, തിരിച്ചു വന്നു. അപ്പോൾ എൻ്റെ ഒരു കുഞ്ഞു വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റ. എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ, ബൈ.